إن الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ വിശ്വാസി സമൂഹത്തെ ഉണർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരും എന്നാൽ വിഡ്ഢികളായി തിന്ന് കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നവരാണ് വളരെ വേഗം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 10-20 ദിനങ്ങൾ നമ്മിൽ എത്ര പേർക്ക് ഗുണകരമാണ്, എത്ര പേർക്ക് വലിയ ആശ്വാസമാണ്, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ കാരണക്കാരായിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഹൃദയം തുറന്ന് സ്വയം ചിന്തിക്കുകയും ഈ റമദാൻ എനിക്ക് മാറ്റത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഈ അവസാന 10ലേക്ക് അടുക്കുന്ന ഈ സന്ദർഭം. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്ക് റമദാൻ അവസാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമായിരിക്കും. എന്റെ ഇബാദത്തുകളൊക്കെ കുറഞ്ഞുപോയോ, വേണ്ട രീതിയിൽ എനിക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയോ എന്നൊക്കെ ആശങ്കപ്പെടുത്ത് സങ്കടപ്പെടുന്നവരും എന്നാൽ 10-20 ദിവസങ്ങൾ കഴിഞ്ഞാൽ നേരത്തെ തിന്നാലോ അല്ലെങ്കിൽ പിന്നീട് വെക്കേഷൻ ഒക്കെ ആകുമ്പം അടിച്ചുപൊളിച്ച് ജീവിക്കാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സമയം നോക്കി കഴിക്കാനോ എന്ന ആശ്വാസവും ചില ആളുകൾക്കുണ്ടാകും. ഈ പരിശുദ്ധ റമദാനിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്ത്
സ്വന്തം ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപകലകളെല്ലാം കഴുകിക്കളഞ്ഞ് അല്ലാഹു ആഗ്രഹിച്ച മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകി നമ്മളോട് കാരുണ്യം കാണിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ 2 ഓഫറുകളാണ് അല്ലാഹു തആല മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഒരാഴ്ച മുഴുവൻ, അതല്ലെങ്കിൽ ഒരു വർഷക്കാലം മുഴുവൻ ഒരടിമ ചെയ്തു കൂട്ടിയിട്ടുള്ള അവന്റെ പാപങ്ങൾ, അവൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് തൗബ പാശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു ഓഫർ അല്ലാഹു ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മളോട് ഏറ്റവും കൂടുതൽ പ്രണയം കാണിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും, അത് നമ്മുടെ മാതാപിതാക്കളോ നമ്മളേറെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോ നമ്മുടെ ശക്തിയായി കൂടെ ജീവിക്കുന്ന സൗഹൃദങ്ങളോ അല്ല നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മറിച്ച് നമ്മെ ഓരോരുത്തരെയും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടും എന്തൊക്കെ കൊള്ളൽ കാര്യങ്ങൾ ചെയ്തിട്ടും ഓരോ ദിനവും നമ്മളോടുള്ള സ്നേഹത്തിന് കുറവ് വരുത്താത്ത ഒരാൾ, അത് നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യരോട് കൽപ്പിച്ചതും നിങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ശ്വാസം അല്ലാഹു നിലനിർത്തിയിട്ടുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ വൃത്തികേടുകൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടും ഒരു നല്ല വിശ്വാസിയായി ജീവിക്കാൻ പഠിച്ചിട്ടും പഠിക്കാത്തവരെ പോലെ ജീവിച്ചിട്ടും നിങ്ങൾക്കുള്ള വായു, വെള്ളം, വെളിച്ചം, ആരോഗ്യം, ആയുസ്, ഇതൊക്കെ അല്ലാഹു തആല മനുഷ്യനെ ഇന്നും തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു മഹാ അനുഗ്രഹമാണ് തിന്മകൾ കൊണ്ട് മലിനമായി പോയ മനസ്സ് തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മടങ്ങി അല്ലാഹുവിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പാപമോചനം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. ഇന്ന് നമ്മളൊക്കെ ചില മുതലാളിമാരെ പറ്റി പറയാറില്ലേ, എന്തൊക്കെ നല്ലത് ചെയ്തു കൊടുത്താലും ഒരു തിന്മ കണ്ടാൽ മതി പെട്ടെന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിടും, ശിക്ഷിക്കും. പക്ഷേ അല്ലാഹു പറയുന്നു, ഏതേത് പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും എന്തൊക്കെ കുറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു നൽകാൻ അല്ലാഹു അവസരം നൽകിയതാണ് തൗബ, പാശ്ചാത്തപിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന, തീർച്ചയായും റബ്ബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെയ്തുപോയ പാപങ്ങളും കുറ്റങ്ങളും റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുന്ന തൗബ ചെയ്യുന്ന ആളുകളെ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്ത ഏത് കുറ്റവും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ തുറന്നു പറയാം. ഫഇൻ സനാ ബിബിദാരം വഇൻ ശരിബൽ ഖംറ, കണ്ണുകുടി, വഇൻ സറഖ, മോഷണം, നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഉക്കൂക്കാക്കുകൾ, നിങ്ങളുടെ ഭാര്യമാരോടുള്ള വഞ്ചനകൾ, നിങ്ങളുടെ മക്കളോടുള്ള കൊള്ളരുതായ്മകൾ, നിങ്ങളുടെ ജീവിതത്തോട് ചെയ്തു പോയിട്ടുള്ള അക്രമങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലെ ഏത് പാപങ്ങളും അത് ശിർക്കാണെങ്കിൽ പോലും നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയാണെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമൻ ലം യതുബ്, ആരാണോ പാശ്ചാത്തപിച്ച് മടങ്ങാത്തത്, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, തീർച്ചയായും അക്കൂട്ടർ അവിവേകികളും വഴിപിഴച്ചു പോയവരുമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിന്റെ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വ പാപങ്ങളും സൃഷ്ടാവായ റബ്ബിന്റെ മുൻപിൽ തുറന്നു വെച്ച്, എനിക്ക് അബദ്ധം പറ്റിയൊക്കെ ഇനി അങ്ങോട്ടുള്ള എന്റെ ആയുസ്സിൽ ഈ അബദ്ധങ്ങളുടെ പരീക്ഷണങ്ങളോ ഇതിന്റെ കുറ്റങ്ങളോ ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്തരുതെന്നാണ് നിന്റെ കബറിലേക്ക് കിടക്കുമ്പോ, ആഖിറത്തിൽ നിന്റെ മുമ്പിൽ പുനർജീവിപ്പിക്കപ്പെടുമ്പോ ഒരു പാപങ്ങളും ഇല്ലാത്ത, ഒരു കരയും ബാധിക്കാത്ത,
ഒരു കുറ്റങ്ങളെ കൊണ്ട് മലിനമാകാത്ത ഒരു നല്ല മനസ്സിന്റെ, ഒരു വിശ്വാസത്തിന്റെ, ഒരു ഉടമയാക്കലെ എന്ന് ഒരു അടിമ ഹൃദയം തുറന്നു പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാശ്ചാത്താപം അടിമകളിൽ നിന്ന്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു ആമീൻ ആമീൻ. 3 തവണ ആമീൻ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാ നിങ്ങൾ ആമീൻ ചൊല്ലിയത്? തിരുമുഖൻ തിരിച്ചു പറഞ്ഞു, ആത്താനിയൻ ജിബ്രീൽ, ജിബ്രീൽ എന്റെ അരികിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നബിയേ മൻ അദ്റക ശഹ്റു റമളാൻ, ഒരാൾക്ക് ഒരു റമളാൻ കിട്ടി, ഫമാത്ത, അവൻ മരണപ്പെട്ടു. ബുദ്ധിയുറച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ അവൻ ഒരു റമളാൻ കിട്ടി, ആ റമളാൻ അവന് കിട്ടി, പിന്നീട് അവൻ മരണപ്പെട്ടു. പക്ഷേ അവന്റെ പാപങ്ങളൊന്നും റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ അവന് പറ്റിയിട്ടില്ല. അവന്റെ ഹൃദയം തുറന്ന് റബ്ബിനോട് അവൻ സംസാരിച്ചിട്ടില്ല. ചെയ്തു പോയ കുറ്റങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, അള്ളാന്റെ ശാപം കിട്ടട്ടെ. ഇത് കേട്ടപ്പോഴായിരുന്നു അള്ളാന്റെ ഹബീബ് ആമീൻ ആമീൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഒരു റമദാൻ കിട്ടിയിട്ടും അള്ളാഹുവിന്റെ മുൻപിൽ തൗബ ചെയ്ത് മടങ്ങാൻ പറ്റാത്ത വ്യക്തി ഇത്രമാത്രം കുറ്റം അള്ളാഹുവിന്റെ ഹബീബായ വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 20 ദിവസത്തെ ജീവിതത്തിനിടയിൽ എത്ര തവണ നമ്മൾ മനസ്സ് തുറന്ന് കണ്ണു നിറഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ദാദാ എനിക്ക് കുറ്റം പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ, കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും നാവുകൊണ്ടും എണ്ണിയാടുവാത്ത നിരവധി കുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം നിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് എന്റെ കരളൊന്ന് ശുദ്ധമാക്കാൻ എന്റെ ഈ ദിനങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു മാതാ എന്ന മനസ്സോടുകൂടി നമുക്കതിനെ ഉപകാരപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരായി പോകും നമ്മൾ ഓരോരുത്തരും. അഥവാ ഒരു തൗബ ചെയ്യുന്ന അടിമക്ക് അള്ളാഹുവിന്റെ എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് ഒരു ചരിത്രത്തിലൂടെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു. പലർക്കും ഒരു ധാരണ നമ്മൾ റബ്ബിനോട് തൗബ ചെയ്യുമ്പോൾ ആ തൗബ മാത്രം കിട്ടുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. ആ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുകയും ചെയ്യും, പകരം ഒരുപാട് നന്മകൾ അന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. അവന്റെ കുറ്റങ്ങളൊക്കെ അന്ന് അയച്ചു കളയുകയും ചെയ്യും, പകരം ഒരുപാട് നന്മകൾ അവന് രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനേക്കാളേറെ റബ്ബിന്റെ വല്ലാത്തൊരു സ്നേഹം ആ അടിമകൾക്ക് നേരെയുണ്ടാകും. ആ റബ്ബ് തന്റെ മലക്കുകളോട് പറയും, കണ്ടോ എന്റെ അടിമ എന്റെ മുൻപിൽ ഏറ്റു പറഞ്ഞത് കണ്ടോ, അവന്റെ ഉള്ളിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് അവൻ എന്നോട് അത് ഏറ്റു പറഞ്ഞത്. എന്റെ കാരുണ്യം അവൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവൻ എന്റെ കഥയെ അവൻ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മലായിക്കത്തിലെ അവൻ ചോദിച്ചതെല്ലാം ഞാൻ അവന് കൊടുക്കുമെന്ന്. 7-ാം ആകാശത്തു നിന്ന് 1-ാം ആകാശത്തു നിന്ന് കോടാനുകോടി മലക്കുകളോട് അല്ലാഹു പറയുമ്പോ ആ മനുഷ്യന് വേണ്ടി മലക്കുകളും ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ആ അടിമക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളും ആമീൻ ചൊല്ലാൻ വേണ്ടി കാത്തിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര തവണ നമ്മൾ അല്ലാഹുവിന്റെ നേരെ കൈനീട്ടി പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചെടുക്കാനാവാത്ത കുറ്റങ്ങളുണ്ട് റബ്ബേ. എന്റെ ചെറുപ്പത്തിൽ സംഭവിച്ചു പോയത്, എന്റെ അവിവേകത്തിൽ സംഭവിച്ചു പോയത്, ഇങ്ങനെ ഓരോന്നും അറിഞ്ഞതും അറിയാത്തതും അള്ളാന്റെ മുമ്പിൽ ഏറ്റു പറയുമ്പോ അള്ളാഹുവിനെ ആ അടിമയോട് വല്ലാത്തൊരു സ്നേഹമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കഥ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തി. ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ 99 ആളുകളെ വകവരുത്തി കൊന്നു കളഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് മനസ്താപം തോന്നി, ഞാൻ ചെയ്തതൊന്നും ശരിയായില്ല, എനിക്കൊന്നും നന്നാവണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ആ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, പണ്ഡിത എനിക്ക് തൗബയുണ്ടോ, ഞാൻ പാശ്ചാത്തപിച്ച അള്ള സ്വീകരിക്കുമോ? പണ്ഡിതൻ പൊറുപ്പോടെ പറഞ്ഞു, ഇല്ല, 99 പേർക്കൊന്നും ഒരു പാശ്ചാത്താപമോ, നിനക്കൊരിക്കലും പാശ്ചാത്താപമില്ല. അത് കേട്ടപ്പോ ദേഷ്യം പിടിച്ച മനുഷ്യൻ ഈ പണ്ഡിതനെയും വകവരുത്തി 100-ാമനെയും കൊന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്തൊരു വെപ്രാളം, ഒന്ന് നന്നാവണം, എനിക്ക് എന്റെ റബ്ബിനോടൊപ്പം ഒന്ന് തുറന്നു പറയണം, ഏത് നിമിഷവും ഞാൻ എന്റെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകാനുള്ളതാ, അവിടെ എനിക്ക് ഉപകാരപ്പെടുന്നത്
ഈ ലോകത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണെന്നൊക്കെ ആ മനസ്സിലല്ലാത്ത വേദന ഉണ്ടാക്കിയപ്പോ വീണ്ടും ഒരു പണ്ഡിതനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, 100 പേരെ കൊന്നവനാണ് ഞാൻ, എനിക്ക് തൗബയുണ്ടോ? ആ പണ്ഡിതൻ പുഞ്ചിരിയോടെ പറഞ്ഞു, താങ്കൾക്ക് തൗബയുണ്ട്. പക്ഷേ ഈ നാട് താങ്കൾ വീണ്ടും നശിപ്പിക്കും. കാരണം ഈ നാട് കാണുമ്പോ ഇവിടെ ജനങ്ങൾക്കിടയിൽ താങ്കൾക്ക് കിട്ടുന്ന ഒരു ഗുണ്ടയുടെ പരിവേഷം കിട്ടുമ്പോ താങ്കൾ വീണ്ടും തെറ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം? ഈ നാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് താങ്കൾ പോകണം. ആ നാട്ടിലാവട്ടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരാണ് അവിടെ, നീതിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ് അവിടെ, അള്ളാഹുവിന്റെ ആഹ്റം സ്വപ്നം കണ്ട് പണിയെടുക്കുന്ന ഒരു കൂട്ടരാണ് അവിടെ. അവിടെ ചെന്ന് പട്ടിണിയാണെങ്കിലും താങ്കൾക്ക് ഈമാനോടെ ജീവിക്കാൻ പറ്റും. ആ പണ്ഡിതന്റെ വാക്കുകേട്ട് ഈ ഗുണ്ടയായ മനുഷ്യൻ ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ വഴിവക്കിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ടവന്റെ മയ്യത്ത് ഏറ്റെടുക്കാൻ വന്ന നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും തമ്മിൽ അവിടെ വല്ലാത്ത വാദപ്രതിവാദം നടന്നു. തിന്മയുടെ മലക്കുകൾ പറഞ്ഞു, ഇവൻ 100 പേരെ കൊന്നവനാ, അതുകൊണ്ട് നരകത്തിന്റെ അവകാശിയാക്കണം. നന്മയുടെ മലക്കുകൾ പറഞ്ഞു, അല്ല, മാറാൻ ഉദ്ദേശിച്ച് അള്ളാന്റെ മുമ്പിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് വന്നവനാ, അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലേക്കാക്കണം, സ്വർഗത്തിന്റെ ബന്ധം കൊടുക്കണം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോ റബ്ബിന്റെ കൽപ്പന വന്നു, നിങ്ങൾ അവൻ സഞ്ചരിച്ച ദൂരയാത്ര അടക്കുക. സഞ്ചരിച്ചതിന്റെ പകുതിയിലധികം അവൻ ആ നാട്ടിലേക്ക് എത്താനായിട്ടുണ്ടെങ്കിൽ, അഥവാ ആ നാട്ടിലേക്കുള്ള യാത്രയിൽ പകുതിയിലധികം പിന്നിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ തൗബക്കർഹന. എങ്കിൽ പകുതിക്ക് മുൻപാണെങ്കിലോ അവൻ ആ തൗബക്കർഹനമല്ല. അവൻ അളന്നു നോക്കുമ്പോ പകുതിയുടെ അപ്പുറത്തേക്ക് അഥവാ നാടിനകത്തേക്ക് എത്താനായിട്ടുണ്ട്. അദ്ദേഹത്തിന് തൗബയുണ്ടെന്നും ആ കാര്യത്തെ പറ്റി ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാപങ്ങൾ ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ അരികിൽ ഉന്നതമായ തൗബയുണ്ട്. മറ്റൊരു ഭാഗത്ത് ഒരടിമ തൗബ ചെയ്യുമ്പോ അള്ളാഹുണ്ടാകുന്ന സന്തോഷത്തെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, ഒരു വ്യക്തി തന്റെ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രവും ഭക്ഷണവും ആ ഒട്ടകപ്പുറത്താണുള്ളത്. അങ്ങനെ ക്ഷീണം കൊണ്ട് അദ്ദേഹം മരുഭൂമിക്ക് നടുവിലെത്തിയപ്പോ അവിടെയുള്ള ഒരു ചെറിയ മരത്തിന്റെ താഴെ അദ്ദേഹം അല്പം വിശ്രമിക്കാനിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു. ഒരടിമ തൗബ ചെയ്താൽ റബ്ബിനുണ്ടാകുന്ന സന്തോഷത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. റജുലുൻ റാഹിലതിഹി അല്ലതി അലൈഹാ തുആമുഹു വശറാബുഹു, ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒട്ടകപ്പുറത്താണുള്ളത്. അദ്ദേഹം വിശ്രമിക്കാൻ കിടന്നു. എത്തി എഴുന്നേറ്റപ്പോ ഒട്ടകത്തെ കാണുന്നില്ല. തന്റെ വസ്ത്രമോ ഭക്ഷണമോ കിട്ടുന്നില്ല. വെപ്രാളപ്പെട്ട് മരുഭൂമിയുടെ 4 ഭാഗത്തേക്കും കണ്ണാത്താ ദൂരത്തേക്ക് അദ്ദേഹം ഓടി. അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണുന്നില്ല. നിരാശനായി തിരിച്ചു വന്ന് അദ്ദേഹം തന്റെ ആ ഈത്തപ്പനയുടെ താഴെ മരണം കാത്ത് കിടക്കാൻ തുടങ്ങി. കാരണം ഇനി എനിക്ക് മരണമേ ഉള്ളൂ, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ചുട്ടുകൊള്ളുന്ന മരുഭൂമിയും. അവസാനം മരണം കൺമുന്നിൽ കണ്ട് അദ്ദേഹം മരത്തിന്റെ ചുവട്ടിൽ കടന്ന് കണ്ണടച്ച് അല്പസമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അരികിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. കണ്ണു തുറന്ന മനുഷ്യൻ തന്റെ അടുത്ത് നിൽക്കുന്ന ഒട്ടകത്തെ കണ്ട് വല്ലാതെ സന്തോഷത്തോടെ ഞെട്ടി എഴുന്നേറ്റ് ആഹ്ലാദം കൊണ്ട് ഒട്ടകത്തിന്റെ ചുറ്റുമോടി. ആ ഓടുന്ന സെക്കൻഡിൽ ആ ഒട്ടകത്തിന്റെ മുഖത്തേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത അബ്ദി വ അന റബ്ബുക, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാ. എന്നെ സഹായിച്ചല്ലോ റബ്ബേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാ. സന്തോഷം കൊണ്ട് പറഞ്ഞത് മാറിപ്പോയതാ. പറയേണ്ടത് അൻത റബ്ബി വ അന അബ്ദി എന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് മരണം കണ്ണുകളിൽ കണ്ടു നിൽക്കുമ്പോ ആ ഒട്ടകത്തെ കിട്ടിയ ആ മനുഷ്യന്റെ സന്തോഷമുണ്ടല്ലോ, ഹൃദയത്തിലുണ്ടാകുന്ന അടക്കാനാവാത്ത ആഹ്ലാദം, ആ ആഹ്ലാദമാണ് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കുറ്റം അള്ളാന്റെ മുൻപിൽ ഏറ്റു പറയുമ്പോ ഇന്ന് പലർക്കും അത് പറയേണ്ടത് കൂട്ടുകാരോടാ. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ആ യാത്രയെ ഞാൻ ഇങ്ങനെ കുടിച്ചു, അവിടെ ചെന്നപ്പോ ഞാൻ അത് ഉപയോഗിച്ചു എന്ന് കുടുംബക്കാരോട് ഹീറോയിസമായിട്ട് കൂട്ടത്തിൽ പറയേണ്ടതല്ല. ആൾക്കാരോട് ചെയ്ത തെറ്റിന്റെ പർവ്വതം കാണിച്ച് ഞാൻ ഭയങ്കര സംഭവ എന്നൊന്നും പറയേണ്ടവനല്ല.
തെറ്റുപറ്റാം. ആദമിന്റെ മക്കളാ തെറ്റുപറ്റും, ഉലമാക്കൾക്ക് പറ്റും, അമ്പിയാക്കൾക്ക് ചെറുതിനെ പറ്റിയിട്ടുണ്ട്, ഔലിയാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, ശുഹദാക്കൾക്ക് പറ്റിയിട്ടുണ്ട്. ബദരീങ്ങളെ പറ്റി പോലും പുറത്തു പറഞ്ഞതെന്താ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. തെറ്റ് ചെയ്ത ഒരു ബദരീകളിൽപ്പെട്ടവരെ കയ്യാമ വെച്ച് കൊണ്ടുവന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തെ വിട്ടേക്കുക, അല്ലാഹു പൊറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെത്തിനെ ശിക്ഷിക്കണമെന്ന്. അത്രമാത്രം പാപം ഏത് സെക്കൻഡ് ജീവിതത്തിൽ സംഭവിക്കും എന്നുറപ്പുള്ള ഒരു വ്യക്തികളാണ് നമ്മളെങ്കിൽ ദിവസം 100 തവണ റബ്ബിന്റെ നേരെ കൈനീട്ടി തൗബ ചെയ്യുന്ന അതേ പ്രവാചകന്റെ അനുയായികൾക്ക് ഒരു ദിവസം 10 തവണ ഹൃദയം തുറന്ന് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ അബദ്ധങ്ങൾ പലതും. നിന്റെ മുൻപിലേക്ക് ഞാൻ ഏറ്റു പറയുന്നുണ്ട് നാഥാ. അതിന്റെ പേരിൽ ഒരാളെയും നീ കണ്ണീര് കുടിപ്പിക്കരുത്, ഒരാളുടെ ജീവിതത്തിലും നീ പരീക്ഷണങ്ങൾ വരുത്തരുത്, ഒരാളെയും നീ വേദന കൊണ്ട് സങ്കടപ്പെടുത്തരുത്. അബദ്ധങ്ങൾ പറ്റിപ്പോയ എന്നോട് അതൊന്ന് പൊറുക്കണേ റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് ഉണ്ടാകുന്ന സന്തോഷം മരുഭൂമിയിൽ തിരിച്ചു കിട്ടിയ ഒട്ടകത്തിന്റെ മുതലാളിയായ ആ മനുഷ്യനുണ്ടായ സന്തോഷത്തെക്കാൾ വലുതായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായി തങ്ങൾ പഠിപ്പിച്ചു. ആ 20 ദിനങ്ങളാണ് നമ്മളോട് യാത്ര ചോദിച്ചത്. വരാനിരിക്കുന്ന 10 ദിവസങ്ങളിലും ആ പ്രാർത്ഥനയാ തിരുമുതൽ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ വഅഫു അന്നാ. റബ്ബേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാ, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാ. അതുകൊണ്ട് എന്നോട് ആ വിട്ടുവീഴ്ചയോടെ എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് ഓരോ സെക്കൻഡും അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അത് റബ്ബിന്റെ ഓഫറാണ്. രണ്ടാമത്തെ ഓഫർ അല്ലാഹുവിന്റെ ഖുർആൻ അവതരിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഒരൊറ്റ രാത്രിയുണ്ട്. അതെപ്പോ പ്രതീക്ഷിക്കണം? റസൂലുള്ളാഹി അറിയിച്ചു കൊടുത്തു ജനങ്ങളോട് അത് പറയാൻ വേണ്ടി. സഹാബത്തിന്റെ ഇടയിലേക്ക് തിരുദൂതൻ വരുമ്പോ സഹാബത്തിൽ 2 പേര് തമ്മിലടിക്കുന്നത് കണ്ടു. ആ പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും റസൂലുള്ളാഹിന്റെ മനസ്സിൽ അത് മറവിയാക്കപ്പെട്ടു. പക്ഷേ തിരുദൂതൻ പറഞ്ഞു, അവസാനത്തെ 5-നോ 7-നോ 9-നോ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. എങ്ങനെ പ്രതീക്ഷിക്കണം? നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അധികരിപ്പിച്ചുകൊണ്ട്. ഇതാ ദഖലൽ അശ്ർ. തിരുദൂതന്റെ ജീവിതത്തിൽ അവസാന 10 എത്തുമ്പോ അദ്ദേഹം വീണ്ടും മുറുക്കിയെടുക്കും. പറഞ്ഞാൽ തിന്നാൻ വേണ്ടിയിട്ടുള്ള ആ 20 ദിവസം തിന്നതും പിന്നെ തിന്നാനുള്ള മോഹം ഉണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, അവസാനത്തെ 10 ദിവസം കിട്ടുന്ന തിരക്ക് 20 ദിവസം കഴിഞ്ഞിട്ട് സന്തോഷത്തിനച്ഛനല്ലേ. അവസാനത്തെ 10 എങ്ങനെയൊക്കെ റൊട്ടുമ തീർക്കാൻ പറ്റുമോ എന്നാലോചിച്ചോടല്ല പറിച്ച് തിരുദൂതന്റെ ജീവിതത്തിൽ അദ്ദേഹം മുണ്ട് മുറുക്കിയെടുക്കും. കിട്ടിയിട്ടില്ലെങ്കിലും കാലത്തോടെ അഡ്ജസ്റ്റ് ചെയ്യും. പള്ളിയിലേക്ക് ഇത്തിക്കാഫിരിക്കും. ഇത്തിക്കാഫിരിക്കുമ്പോഴും തിന്നാൻ വേണ്ടി ഇത്തിക്കാഫിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത്തിക്കാഫ്. കഴിച്ചോ പൊരിച്ചോ കവർ വിട്ടുകൊണ്ടോന്ന് കൂട്ടം കൂടി സംസാരിച്ച് രാത്രി കിടന്നുറങ്ങി ഇതിനോ വേണ്ടിയിട്ടുള്ള ഇത്തിക്കാഫ് നടത്തുന്നവരുണ്ട്, അല്ലാഹുവിനെ സ്നേഹിച്ച് ഇത്തിക്കാഫ് നടത്തുന്നവരുണ്ട്. തിന്നാനല്ലാതെ മുണ്ട് മുറുക്കിയെടുത്ത് 10 ദിവസത്തെ ജീവിതത്തോട് ചേർക്കുന്നവർ, രാത്രി ജീവിപ്പിക്കുന്നവർ, രാത്രി പകലാക്കുന്നവർ. എങ്ങനെ പകലാക്കുന്നവർ? സ്വതൊക്കെ ചെയ്തിട്ട് ഖുർആൻ പാരായണം നടത്തിയിട്ട് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചിട്ട് ആ രാത്രി അവരതിൽ ഉപയോഗപ്പെടുത്തും. കൂടെ കുടുംബത്തിനെയും കൂട്ടും. കുടുംബത്തെയും സ്വന്തത്തെയും നന്നാക്കി ആ 10 ദിവസത്തെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും ആ രാവ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാ റമദാൻ 27 സ്വലാത്ത് നഗറിൽ ഇസ്ലാമിക ചരിത്രത്തിലില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ ഇത്തിക്കാഫിലെന്ന് റബ്ബിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തേണ്ടതിന് പകരം ഏതെങ്കിലും പാടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ഉലമ നാട്ടുകാരെ കൊണ്ട് ആമീൻ വിളിപ്പിക്കുന്ന ദിക്റുകൾക്ക് ഇസ്ലാമിക തെളിവില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇത്തിക്കാഫിലെന്ന് ഹൃദയം തുറന്ന് അവനവന് സാധിക്കുന്ന അമലുകൾ ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ ആ 10 ദിവസം കൊണ്ടല്ല, ഏതോ ഒരു രാവ് കൊണ്ട് കിട്ടുന്നത് 1000 മാസങ്ങളുടെ പുണ്യമാണ്. ഈ മനസ്സോടുകൂടി ഈ 2 ഓഫറുകൾ അമ്മ മുൻപോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ ഓഫറുകൾ നേടിയവരായിരിക്കണം വിശ്വാസി. അല്ലാതെ റമദാൻ കഴിഞ്ഞു പോകുമ്പോ എന്ത് നേട്ടമാണ് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് പോലെ അല്ലാത്ത മാസത്തെക്കാളും
10-15 രൂപ കൂടുതൽ ചെലവായി എന്നല്ലാതെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് തിരിച്ചു ചിന്തിക്കാനുള്ളതെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ വിഡ്ഢികൾ തിന്നും കുടിച്ചും റമദാനെ ആഘോഷിക്കും. സ്വാലിഹീങ്ങൾ ഉപയോഗപ്പെടുത്തി അടുത്ത റമദാൻ ഇല്ലെങ്കിലും ഈ റമദാൻ എനിക്ക് മതി എന്ന ആശ്വാസത്തോടു കൂടി റമദാനെ യാത്രയാക്കാനിരിക്കും. ഇതിലേത് കൂട്ടരാണെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് സ്വന്തം ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം തെരഞ്ഞെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റമദാനിന്റെ അവസാനത്തെ പത്തി ശവ്വാൽ 1 പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ മുൻപ് നിർബന്ധമായും നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ എന്ന സമ്പ്രദായം. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കി എന്ന പ്രയോഗത്തിലൂടെ തന്നെയാണ് ഫിത്ർ സക്കാത്തിന്റെ ഹദീസുകൾ ഇസ്ലാമിക ലോകത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് ആ ഫിത്ർ സക്കാത്ത് കൊടുത്ത് ഓരോരുത്തരും അവനവന്റെ കടമ നിർവഹിക്കേണ്ടത്? പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നതിന്റെ മുൻപ് ഒരാൾ മുസല്ലയിലേക്ക് പുറപ്പെട്ട് ആ മുസല്ലയിൽ എത്തി നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ മുൻപ് അയാളുടെ ഫിത്ർ സക്കാത്ത് അയാൾ കൊടുത്തിരിക്കണം, മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം. ഇതാണ് ഇസ്ലാം അത് കൊടുക്കുന്നതിന് വേണ്ടി. ഇനി ആരൊക്കെ കൊടുക്കണം? മുസല്ലയിലേക്ക് പുറപ്പെടുന്നത് 7:45-നാണ്. 7 മണിക്ക് ഒരു കുട്ടി ജനിച്ചു, ഭാര്യ പ്രസവിച്ചു, ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഗർഭത്തിലുള്ള കുട്ടികൾക്ക് ഫിത്ർ സക്കാത്ത് പറയുന്നില്ല. പക്ഷെ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുൻപ് ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറപ്പെടാൻ ഭാര്യ ഹോസ്പിറ്റലിലാണ്, കുളിച്ച് മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫോൺ കോള്, പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്, ശരി, ആ ഫിത്ർ സക്കാത്ത് നമസ്കാരത്തിന് മുൻപേ വീട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി എങ്ങനെ കൊടുക്കണം, എന്തിന് കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എന്തിനാ ഫിത്ർ സക്കാത്ത്? ഒന്നാമത്തത്, നിങ്ങളുടെ നോമ്പിൽ വല്ല പ്രവാഹികളും നേരത്തെയും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോമ്പിലുള്ള ന്യൂനതകൾ മറയ്ക്കാൻ ആ ഫിത്ർ സക്കാത്ത് കാരണമാകും. ഇസ്ലാമിക ലോകത്തിൽ നോമ്പ് നോക്കിയിട്ട് എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിപ്പോയി, വലിയ അബദ്ധങ്ങളല്ല. ഇന്ന് മക്കളൊക്കെ പറയുന്നത് ഫോണാണോ സിനിമാനാണോ, അതുമുതൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തെങ്കിലുമൊക്കെ തോന്നിയാസം പറ്റിപ്പോയാൽ അത് പരിഹരിക്കാൻ ഫിത്ർ സക്കാത്ത് നിങ്ങളെ കാരണക്കാരനാണ്. എങ്കിൽ ആ ഫിത്ർ സക്കാത്ത് അതോടൊപ്പം തന്നെ ഒരു വ്യക്തി പോലും പെരുന്നാളിൽ പട്ടിണിയാവാനും പാടില്ല. ഇതാണ് ഫിത്ർ സക്കാത്ത് എന്തിന് എന്നതിന്റെ ഉത്തരം. ഇനി ആ ഫിത്ർ സക്കാത്ത് വാങ്ങൽ നിർബന്ധമാണോ? അല്ല. എനിക്ക് ഫിത്ർ സക്കാത്തിന്റെ ആവശ്യമില്ലെങ്കിൽ, എനിക്ക് ആ പെരുന്നാളിൽ അല്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫിത്ർ സക്കാത്തിന്റെ അരി വാങ്ങൽ ഒരിക്കലും നിർബന്ധമല്ല, വാങ്ങാതിരിക്കലാണ് പുണ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മഹല്ലുകളൊക്കെ തീരുമാനിക്കും അവർക്കും ഇവർക്കും വേണ്ട, ഇവർക്ക് കൊടുക്കാം. അതോടുകൂടി പിന്നെ കിട്ടാത്തവൻ ചോദ്യം ചെയ്യാൻ വരും. ഇനി ആർക്കെങ്കിലും ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 പള്ളിയിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിക്കുകയും വേണ്ട. ഇതൊക്കെ അരിക്കരിയാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. ഓരോ മണി മറ്റും പടത്തോടെടുത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് വാങ്ങൽ നിർബന്ധമല്ല, കൊടുക്കൽ നിർബന്ധമാണ്. ദരിദ്രനായാലും പണക്കാരനായാലും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, വാങ്ങൽ നിർബന്ധമല്ല. അവകാശികളെ കണ്ടെത്തി അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഫിത്ർ സക്കാത്തിന്റെ അരി എത്തിക്കണം. ഇനി അവകാശികളില്ല, നിങ്ങളുടെ പ്രദേശത്ത് അവകാശികൾ ഇല്ലെങ്കിൽ അവകാശങ്ങളായ ആളുകളിലേക്ക്, ഉള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റണം. എങ്ങനെ കൊടുക്കണം? എത്തിച്ചു കൊടുക്കണം. കാരണം ജനങ്ങൾ നമസ്കാരത്തിൽ പുറപ്പെടുന്നതിന് മുമ്പേ അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. അതിനർത്ഥം ഒരു ടോപ്പം കൊടുത്ത് പള്ളിയിൽ 4-5 മേശയ്ക്ക് ഇരുന്നിട്ട് സാധുക്കൾ ഇങ്ങനെ ടോപ്പണം പിടിച്ച് സഞ്ചരിച്ച് വരുമ്പോ 1 കിലോ കൊടുത്ത് 1 കിലോ കൊടുത്ത് ആ സാധുവ
സുഖേടല്ല, അങ്ങനെയല്ല. അവനവന്റെ രഹസ്യതയോടെ ആ കുടുംബത്തെ സഹായിക്കാൻ എത്തിച്ചു കൊടുക്കണം. അവന്റെ അഭിമാനത്തിന് കോട്ടം വരുത്താതെ അവനത്തെ വിദ്വതത്തിന്റെ ആളാ എന്ന് പോലീസ പറഞ്ഞ് ആ ഒരു അന്യത്വം കാണിക്കാതെ അവന്റെ അർഹതപ്പെട്ടത് എത്തിച്ചു കൊടുത്തിട്ടില്ലേ, നിങ്ങളെ പെരുന്നാൾ പോലും ഹലാലാവുക. നല്ല നിരക്ക് അത് ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവകാശം നൽകുന്നില്ല. ആ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ആ വിദ്വസക്കാത്തിലും ഇടപെടാൻ പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണം നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ക്ഷമയോടെ നിന്റെ പരീക്ഷണങ്ങളെ നേരിടാനും മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗത്ത് ഞങ്ങളുടെ സഹോദര വിശ്വാസികൾ ഗസയിലടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്തി ശത്രുക്കൾക്കെതിരെയും ഇസ്ലാമിന്റെ വിജയവും മുഅ്മിനീങ്ങളുടെ വിജയത്തിനും നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. നാഥ, കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് റബ്ബേ, ഹറാമായ സാമ്പത്തിക ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട് റബ്ബേ. എല്ലാം തെറ്റെന്ന് ബോധ്യപ്പെട്ട് ഹലാലായ നിനക്ക് കടം വീട്ടാനും ഹറാമിൽ നിന്ന് ഹലാലായ സമ്പാദ്യമാക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. നാഥ, ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ച് കുടുംബത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. റബ്ബേ, പല കുടുംബങ്ങളിലും പലരാളും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ. ആരുടെ സ്വഭാവത്തിനാണ് റബ്ബേ മാറ്റം വരുത്തേണ്ടത്, ഏത് കുടുംബത്തിനാണ് റബ്ബേ സമാധാനം ഉണ്ടാകേണ്ടത്, ആ സമാധാനം നൽകി എല്ലാ കുടുംബങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം സങ്കടപ്പെട്ട് രോഗാതുരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ പോലും കിടക്കുന്ന ആളുകൾ എന്താണോ റബ്ബേ അവർക്ക് ഏറ്റവും ഹൈറായത്, ആ ഹൈറിലേക്ക് അവർക്ക് മഹീഷത്ത് നൽകി സമാധാനവും സന്തോഷവും നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, സുഹൃത്തുക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട സുഹൃത്ത്, സഹോദരന്റെ മാതാവടക്കം നിരവധി ആളുകൾ നാഥാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ്. ഓരോരുത്തരുടെ കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. നാഥാ, ഈ പരിശുദ്ധ റമളാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് ഹൃദയവും അല്ലാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയും മനോഹരമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥാ, ഈ സമൂഹത്തെ നിർവഹിച്ച് നയിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ച് മരിച്ചുപോയ ഞങ്ങളുടെ മുൻഗാമികളായ ഉലമാക്കൾ, ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ആഫിയത്തും ആരോഗ്യം നൽകുകയും മരണപ്പെട്ടു പോയവർക്ക് ഖബറെന്ന ലോകത്ത് സമാധാനവും സന്തോഷവും നൽകി ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് നീ സന്തോഷം അറിയിക്കണമേ. നാഥാ, ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്ന അവസാനം അല്ലാഹുവിന്റെ സ്നേഹത്തിന് കാരണക്കാരായി പുഞ്ചിരിക്കുന്ന മുഖവും വിയർത്ത നെറ്റിയുമായി മാലാഖമാരുടെ സ്വാഗതത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബേ, ഹൃദയം നിന്നിലേക്ക് ചേർക്കാൻ ആഗ്രഹിച്ചവരാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ സബ്ബിത് ഖൽബി അലാ ദീനിക്. ആ ഹൃദയത്തെ ഒരിക്കലും ചാഞ്ചാടിച്ച് കളയാതെ നിന്നെ സ്നേഹിച്ച് ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒരു കണ്ണും അറിയിപ്പിക്കാതെ നീ ഇഷ്ടപ്പെടുന്ന ഒരു തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ. നാഥാ, ഓതിക്കെത്തുന്ന ഖുർആനിനും നിർവഹിക്കുന്ന ഖിയാമുൽ ലൈലിനും രാത്രി നമസ്കാരങ്ങൾക്കുമൊക്കെ അർഹമായ കൂലി നൽകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥാ, ഇനിയും റമളാനുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും ആഫിയത്തോടെ ആരോഗ്യത്തോടെ അല്ലാഹുവിന്റെ തൃപ്തി നേടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. നാഥാ, അപ്രതീക്ഷിത സുഖേടുകളിൽ നിന്ന്, മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനാജനകമായ അസുഖബാധിതയിൽ നിന്ന് ഞങ്ങളെയും ആരുടെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ. റബ്ബേ, അപകടകരമായ പ്രയാസത്തിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന്
ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.